പോട്ടെ മോളെ. ഇതെന്തൊരു ശല്യമാ! ഒരു നേരത്തെ മനുഷ്യര് സ്വസ്ഥത അല്ലാന്ന് വെച്ചാ ഇതിന്റെ വായിൽ വല്ല തുണിയും വെച്ച് അടച്ചു വെക്കേ. ചേച്ചി എന്താ നിനക്ക് പിടിച്ചില്ലേ? ചേച്ചി ഒരു അമ്മയാ, ആ വിചാരമെങ്കിലും വേണം. അതേടി, ഞാനും ഒരു അമ്മയാ. എനിക്കും ഒരു മകനുണ്ട്. പക്ഷേ ഈ കീറ്റാൻ പെട്ടിയെ പോലെ അവൻ കിടന്ന് കരയുന്നുണ്ടോ? അവനിപ്പോ വളർന്നില്ലേ? നേരത്തെ അവനും ഇതുപോലെ കരഞ്ഞു ബഹളം വെച്ചിരുന്നില്ലേ? അതുകൊണ്ട് നിനക്കെന്താടി? ഇതേ അവന്റെ അമ്മാവന്റെ വീടാ. അത് നല്ല തമാശ. അങ്ങനെയാണെങ്കിലേ ഇത് ഇവളുടെ അച്ഛന്റെ വീടാ. ഓ, ഒരവകാശി. അതെ, പ്രതാപൻ എന്റെ അനിയനായതിനു ശേഷമാ നിന്റെ ഭർത്താവായതും ഈ കീറ്റാൻപിട്ടിയുടെ അച്ഛനായതും ഒക്കെ. മതി മതി, ഈ ചേച്ചി മഹത്വം പറഞ്ഞ എന്നെ എന്റെ ഭർത്താവിനെ തമ്മിൽ അകറ്റിയത്. എന്നിട്ട് നിങ്ങൾക്ക് മതിയായിട്ടില്ലല്ലേ? അതെങ്ങനെ മതിയാകും? നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് വരെ എനിക്കൊന്നും മതിയാവില്ല. നീ കണ്ടോ, എന്നേക്കുമായി നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. എന്നിട്ട് എന്റെ മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് പ്രതാപന് കല്യാണം കഴിച്ചു കൊടുക്കും. ഒരു സ്ത്രീയുടെ കുടുംബജീവിതം താറുമാറാക്കിയിട്ട് മതിയാവാതെ അവളെ തെരുവാധാരമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങള് ഒരു മനുഷ്യ സ്ത്രീയാണോ? നീ പറഞ്ഞതേ സത്യവാ. നിന്റെ മുന്നിലേ ഞാനൊരു മനുഷ്യ സ്ത്രീയല്ല, നിന്റെ ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന യക്ഷിയാ, യക്ഷി. അയ്യോ, പരമ ദുഷ്ടേ! വന്ന് നിന്റെ പരാക്രമം കുഞ്ഞുങ്ങളോട് പോലും ആയോ? നിന്നെ ഞാൻ ഇതെന്റെ ചേച്ചിയാ. അമ്മയെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന എന്റെ ചേച്ചി. ആ ചേച്ചിയാണ് നീ ഒരു കൂസലില്ലാതെ കരണത്തടിച്ചത്. ഇവര് ചെയ്തത് എന്താണെന്ന് ഇദ്ദേഹം കണ്ടില്ലല്ലോ. അംബികേച്ചി വല്ലതും ചെയ്തെന്ന് വെച്ച് കരണത്തടിക്കാൻ നീ ആരടി? തല്ലുകയല്ല, കൊല്ലുക വേണ്ട നിന്നെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കുഞ്ഞിനെ എടുത്തോണ്ട് പൊയ്ക്കോളൂ അവിടുന്ന്. സർ, ഋതിക മാഡത്തിന്റെയും പയ്യന്റെയും പേരില് ഒരു ഐക്യമത്യ സൂക്തം കഴിപ്പിക്കുന്നത് നല്ലതാണെന്ന് പൂജാരി പറഞ്ഞു. പൂജാരി അങ്ങനെ പറഞ്ഞെങ്കിൽ ചെയ്യണം. അതിനെന്താ തടസ്സം? അതിന് രണ്ടുപേരുടെയും നക്ഷത്രം വേണം. പയ്യന്റെ നക്ഷത്രം. അത് ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കാം. ഫോൺ. ശുഭലക്ഷണമാണല്ലോ. അങ്ങോട്ട് വിളിക്കാൻ ഫോൺ എടുത്തതേ ഉള്ളൂ. ജയദേവൻ സാർ ഇങ്ങോട്ട് വിളിക്കുന്നു. ഹലോ ജയദേവൻ സാർ, നല്ല സമയത്താ സാറ് വിളിക്കുന്നത്. സോറി മിസ്റ്റർ വർമ്മ, നല്ല സമയമാണെങ്കിലും പറയാനുള്ളത് അത്ര നല്ല കാര്യമല്ല. എന്താ സാർ, എനിത്തിങ് റോങ്? അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. നമ്മുടെയൊക്കെ കാലത്ത് അച്ഛനമ്മമാർ നമ്മളെ നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യിക്കുമായിരുന്നു. ഇപ്പൊ അത് നടക്കില്ല. കുട്ടികൾ വളരെ ഇൻഡിപെൻഡന്റാ. ജയദേവൻ സാർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വ്യക്തമാവുന്നില്ല. അതെ, എന്റെ മകന് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഓ, അത് സാരമില്ല. ന്യൂ ജനറേഷൻ കുട്ടികളല്ലേ, അവർക്ക് വേറെ ഇഷ്ടങ്ങളോ അഫയറൊക്കെ ഉണ്ടാവും. ഇല്ലില്ല, അവൻ അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല. മറ്റു ചിലതൊക്കെ ആരോ അവനോട് പറഞ്ഞിട്ടുണ്ട്. തൊട്ടു മുൻപ് ഒരു ആലോചന മുടങ്ങിയ കാര്യവും തന്റെ PA-യുമായി അഫയർ ഉണ്ടെന്നുള്ള കാര്യവും ആരോ പറഞ്ഞിരിക്കുന്നു. ഹലോ മിസ്റ്റർ വർമ്മ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറയൂ സാർ. ഇതൊക്കെ വെറും അപവാദങ്ങളും ഗോസിപ്പുകളും ആയിരിക്കും. പക്ഷേ എനിക്ക് അവനെ അങ്ങ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ വിവാഹാലോചന അങ്ങ് അവസാനിപ്പിക്കാം. നമ്മുടെ ബന്ധത്തെ ഇതൊന്നും ബാധിക്കില്ലേ? ഏയ് ഇല്ലില്ല, നമ്മുടെ ബന്ധവും കുട്ടികളുടെ വിവാഹവും ഒരിക്കലും പരസ്പരം ബന്ധപ്പെടുന്നതല്ല. ശരി സാർ, ഞാനിവിടെ ഒരു അമ്പലത്തിലാ, പിന്നെ വിളിക്കാം. ശരി, ഓക്കെ. സർ, എന്റെ മോളുടെ കല്യാണത്തിന്റെ പേരിൽ ഇനി ആരുടെ മുമ്പിലും തലകുനിക്ക് എനിക്ക് വയ്യ. അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ഒരു മുഹൂർത്തം നിശ്ചയിച്ച് ഋതികയും ദീപക്കും തമ്മിലുള്ള വിവാഹം നടത്താൻ ഞാൻ തീരുമാനിക്കുന്നു.
അല്ല ഏട്ടാ, അത് ഋതുമോൾക്ക് സമ്മതാണോന്ന്, അവൾക്ക് ഇഷ്ടാണോന്ന്? ഇവൾ എന്റെ മകളാണെങ്കിൽ എന്റെ തീരുമാനം അംഗീകരിച്ച് വിവാഹത്തിന് സമ്മതിക്കും. ഇവളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2 വട്ടം അപമാനിക്കപ്പെട്ടു. ഇനി അങ്ങനൊരു അപമാനം താങ്ങാനാവില്ല. എന്റെ അഭിമാനം കാക്കാൻ ഇവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കും. മാഡം വിഷമിക്കണ്ട, ഞാൻ വർമ്മ സാറിനോട് സംസാരിക്കാം. വേണ്ട രാജു, എനിക്ക് വിധിച്ച ജീവിതം ഇതാണെങ്കിൽ ഞാനത് അനുഭവിച്ചോളാം. അതിനെക്കുറിച്ച് ചിന്തിച്ച് രാജു വിഷമിക്കണ്ട. മാഡം ഇങ്ങനെ പറയരുത്. മാഡത്തിന്റെ സന്തോഷമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. ഏറ്റവും യോഗ്യനായ സ്നേഹനിധിയായ ഒരു ഭർത്താവ് ഒന്നിച്ച് മാഡം ജീവിക്കണം. അതാണ് എന്റെ സ്വപ്നം. എന്റെ സ്വപ്നവും അത് തന്നെയായിരുന്നു രാജു. സ്നേഹനിധിയായ ഒരു ഭർത്താവ്. അങ്ങനെ ഒരു സ്വപ്നവുമായാണ് ഞാൻ എന്റെ മനസ്സ് രാജുവിന്റെ മുൻപില് തുറന്നു വെച്ചത്.